യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിലും ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകം നമ്മൾ വായിക്കുകയാണല്ലോ. യേശുവിൻ്റെ കരുണ, അതൊരൊറ്റ കരുണ അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈസ്റ്റർ കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ച, അതായത് ഏപ്രിൽ 12-ാം തീയതി കരുണയുടെ തിരുനാളാണ്. ഇനി ഒരു പക്ഷേ ദൈവം കരുണ അവസാനിപ്പിക്കുകയും ഈശോയുടെ നീതി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഒരുങ്ങാം. ഈശോയുടെ കരുണ എന്ന് പറഞ്ഞാൽ എത്രയോ പാപിയായാലും ഈശോ അവിടുത്തെ കരുണയുള്ള ഹൃദയം കൊണ്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പൊതിയുകയും ചെയ്യുകയാണ്. നമ്മൾ ഈശോയെ ആശ്രയിച്ചാൽ മാത്രം മതി. ഈശോയെ തെറ്റിപ്പോയി, ഈശോയെ എൻ്റെ ബലഹീനത കൊണ്ട് എനിക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഈശോയെ, ഞാൻ പാപം ചെയ്തു പോയി ഈശോയെ എന്ന് ആത്മാർത്ഥമായി മനസ്തപിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുത്തു പോയാൽ ഈശോ നമ്മളെ കെട്ടിപ്പുണർന്ന് വാരിപ്പുണർന്ന് നമുക്ക് ഉമ്മ വെച്ച് തരും. അത്രയും ഈശോ നമ്മെ സ്നേഹിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ കുരിശിൽ മരിച്ചത്. അവസാന തുള്ളി രക്തവും വെള്ളവും ഈശോ ഒഴുക്കിയത് ഈ പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആയതിനാൽ നമുക്ക് ഈ വരുന്ന ഏപ്രിൽ 12-ാം തീയതിയിലേക്ക് ഈശോയുടെ കരുണയുടെ തിരുനാളിന് വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങാം. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്: ക്ലോക്കിൽ 3 മണി അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി കുരിശിൻ്റെ വഴിയോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിലോ ആയിരിക്കുക. കരുണയുടെ ജപമാല ഈശോ ഫൗസ്റ്റീനയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ മരണാസന്നരായ മക്കൾക്ക് വേണ്ടി കരുണയുടെ ജപമാല ചെല്ലുമ്പോൾ അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നതായി വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കരുണയുടെ ജപമാല ഈശോ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് പറഞ്ഞു കൊടുത്തു. നമുക്കും കരുണയുടെ ജപമാല ചൊല്ലാം. ഈശോ നമ്മെ എത്രയധികമായി സ്നേഹിക്കുന്നു. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നശിച്ചു പോകുന്ന ഓരോ ആത്മാവിന് വേണ്ടി നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ തിരുനാൾ ആരും വിട്ടുകളയല്ലേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏപ്രിൽ 12-ാം തീയതിയാണ് ഈശോയുടെ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. 33 ദിവസത്തെ ഒരുക്കമായോ അല്ലെങ്കിൽ ഇന്ന് തൊട്ടോ നമുക്ക് കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. ഓരോ 3 മണി അടിക്കുമ്പോഴും ഈശോയുടെ കരുണയുടെ ജപമാല ചൊല്ലാം. വിശുദ്ധ കുരിശിൻ്റെ വഴി ചൊല്ലാം. ഈശോയുടെ തിരുസക്രാരിക്ക് മുമ്പിലായിരിക്കാം. ഈശോയുടെ പീഡാസഹനങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടിയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ അത്രയും നമുക്ക് വേണ്ടി സഹിച്ചല്ലോ. ഈശോ ആർക്ക് വേണ്ടിയാണ് ഈ പീഡ മുഴുവൻ സഹിച്ചത്? നമ്മെ വീണ്ടെടുക്കാൻ. എന്നിട്ടും നമുക്കതൊരു വിലയില്ല. നമ്മൾ ഈശോയെ ആഗ്രഹിക്കുന്ന പോലുമില്ല. ലോകത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുന്നു. പാവം നമ്മുടെ ഈശോ നമ്മൾ വരുന്നതും നോക്കി, ഈശോയെ ഒന്ന് വിളിക്കുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. ദിവ്യസക്രാരിക്ക് മുമ്പിൽ ഈശോ ഇരിക്കുമ്പോൾ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കാം നമുക്ക്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഈശോയുടെ കരുണയുടെ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈശോ നമുക്ക് വേണ്ടി പീഡ സഹിച്ചത് നമുക്ക് ഓർക്കാം. ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഈശോയുടെ ഏറ്റു പറയാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും നമ്മൾക്ക് വലിയ ആശ്വാസമാണ് പ്രദാനം ചെയ്യുന്നത്. ആ കരുണയെ നമുക്ക് ആശ്രയിക്കാം. കരുണയുടെ ജപമാലകൾ നമുക്ക് ചൊല്ലാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ കരുണയുടെ അവസാന മണിക്കൂറിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു അവസരം നമുക്ക് ചിലപ്പോൾ ലഭിക്കുകയില്ല. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. ഈ ലോകത്തിലാകെ ഒരു രക്ഷകനേയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വേറൊരാൾക്കും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ആ പാപികളായ നമുക്ക് ആ ഈശോയെ ആത്മാർത്ഥമായി ആശ്രയിക്കാം. ഈശോയുടെ കരുണയിൽ നമുക്ക് ആശ്രയം തേടാം. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.